ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന്. അപ്പോൾ ജഡവും ആത്മാവും തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എല്ലാ സമയത്തും ഏത് മൊമെൻറ്റിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റാണ് ജഡവും ആത്മാവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. ജഡം പറയും ഞാൻ ഇന്നത് ചെയ്യാം, ആത്മാവ് പറയും വേണ്ട അത് ചെയ്യരുത്. അപ്പോൾ എപ്പോഴും വലിയ ഒരു കോൺഫ്ലിക്റ്റിലൂടെ ആണ് അവിടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ആത്മാവിനെ എന്ത് ചെയ്യണം, നിങ്ങൾ അനുസരിച്ച് ആത്മാവിന് ഈൽഡ് ചെയ്യണം. അപ്പോൾ ജഡം പറയുന്നത് അതിനെ സപ്രസ് ചെയ്തിട്ട് ആത്മാവിന് പറയുന്ന കാര്യങ്ങളെ ഈൽഡ് ചെയ്താൽ മാത്രമേ ആമേൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളിലും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ബാറ്റിൽ ഫീൽഡാണ് നടക്കുന്നത്. എന്താണ് ഒരു വലിയ ബാറ്റിൽ? ജഡവും ആമേൻ ആത്മാവും തമ്മിലുള്ള ഒരു വലിയ ബാറ്റിൽ. അതുകൊണ്ടാണ് പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ കാരണം. ജഡം ആമേൻ അതിൻ്റെ ടേക്ക് ഓവർ ചെയ്യുന്നു. ആത്മാവ് പറയുന്നതിനെ സപ്രസ് ചെയ്തിട്ട് ജഡം പറയുന്നതിനെ അനുസരിക്കുമ്പോൾ ആമേൻ വളരെ സീരിയസ് ആയിട്ട് ഇന്നത്തെ ചർച്ച എടുക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ സൺഡേ സ്കൂളും നമ്മുടെ CAയും നമ്മുടെ കാര്യങ്ങളെല്ലാം നാം നോക്കുമ്പോൾ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ എല്ലാം എൻ്റർടൈൻമെൻ്റാണ്, എല്ലാം എൻ്റർടൈൻമെൻ്റ് ആണ്. ജനത്തെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യാം, കുഞ്ഞുങ്ങളെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യാം, ഇത് മാത്രമേ പലപ്പോഴും പലരും ചിന്തിക്കുന്നുള്ളൂ. എങ്ങനെ ഓരോ പ്രോഗ്രാം ചെയ്തിട്ട് ആളുകളെ എൻ്റർടൈൻ ചെയ്യാം. നമ്മൾ പഴയ കാലഘട്ടത്തിൽ നാം ചെയ്തു വന്നതുപോലെ 10 ബാധയും ബൈബിൾ റെഫറൻസും എല്ലാം മനഃപ്പാടമാക്കി പറയുന്ന ആ ഒരു പ്രോഗ്രാം മാത്രമേ നമുക്കിന്നുള്ളൂ. കാലത്തിനനുസരിച്ച് പുതിയ ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്ത് അവരെ പഠിപ്പിക്കുവാനും ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കൾ അഭിമുഖീകരിക്കുന്ന ഡ്രഗ്സ് പോലെയുള്ള മയക്കുമരുന്നുകളോ പോലെയുള്ള അവസ്ഥകളും ആമേൻ ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക് തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ ഈസിയായിട്ട് അവൈലബിൾ ആ കുഞ്ഞുങ്ങൾക്ക്. ഇന്റർനെറ്റിലും ഇന്നത്തെ യുവജനങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സഭകൾ അത് മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാം ഇന്ന് കേൾക്കുന്നത് പോലെയുള്ള വാർത്തകൾ അധികമായി നാം എന്ത് ചെയ്യും, കേൾക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പലപ്പോഴും കാലങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രാധാന്യം കുറഞ്ഞു വരിക. മാനസാന്തരത്തിൻ്റെ വചനവും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള വചനവും ആമേൻ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, അവൻ്റെ തെറ്റുകളെ ബോധ്യം വരുത്തി കൊടുക്കുന്ന വചനങ്ങൾ പലപ്പോഴും ഈ കാലഘട്ടങ്ങൾ കുറഞ്ഞു വന്നിരിക്കുക. അത് കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനുഷ്യൻ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്നെത്തുന്നു. ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയമോ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വിശ്വസ്തതയോ മനുഷ്യൻ എവിടെയൊക്കെയോ നഷ്ടമായി. കാരണം എന്താ? ദൈവത്തെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് വളരെ ചുരുക്കമാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ. സദൃശ്യവാക്യം 22:6 പ്രകാരം നാം വായിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ എന്ത് ചെയ്യണം? അവനെ അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നേരത്തെ പാസ്റ്ററുകൾ പറഞ്ഞതുപോലെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വചനം അവരുടെ എത്ര പ്രായമായാലും അവരുടെ ഹൃദയത്തിൽ അത് ആഴമായി പതിഞ്ഞിരിക്കും. അപ്പോൾ നാം കാലഘട്ടത്തിന് അനുസരിച്ച് നാം അവരെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ യൂത്ത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് വളരെയധികം ഉണ്ട്. പഴയ കാലഘട്ടം പോലെയുള്ള അല്ല, വളരെ സുലഭമായിട്ട് മയക്കുമരുന്ന് എല്ലാ രാജ്യത്തും കിട്ടുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്റർനെറ്റിന്റെ അമിതമായ ഉപയോഗം, ഇതെല്ലാം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ, ഇതുപോലെയുള്ള ട്രെയിനിങ് ഇന്ന് നമ്മുടെ സൺഡേ സ്കൂളിലും CAയിലുമൊക്കെ നാം തുടങ്ങിക്കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് അവരെ മോൾഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചർച്ചിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചർച്ചിലെ ആളുകൾ നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടി നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അവസ്ഥയിലേക്ക് മാറി. നേരത്തെയുള്ള കേസിനകത്ത് നാം പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ നമുക്കിപ്പോൾ മടിക്കുക. കാരണം എന്താ? മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, എൻ്റെ വിഷയങ്ങൾ ഏറ്റു പറയുമ്പോൾ അവരെന്നെ കളിയാക്കുവോ.
പക്ഷേ പഴയ കാലഘട്ടത്തിൽ അവർ പരസ്പരം ഭാരങ്ങളെ ചുമന്ന്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തമ്മിൽ എന്ത് ചെയ്യുക? ഭാരങ്ങളെ ചുമക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ എത്ര ജീവിതം ജീവിച്ചാലും അത് പരാജയത്തിലേ ചെന്ന് ചാടത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തി തന്നിരിക്കുന്നത് ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ജീവിക്കണമെന്നും ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ അതെങ്ങനെ നമ്മളെ പ്രാപ്തനാക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ബോധ്യം തരേണ്ടത്, നമ്മളെ ഗൈഡ് ചെയ്യേണ്ട പരിശുദ്ധാത്മാവ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു വലിയ ഫീലിംഗ് ആണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഇലക്ട്രിസിറ്റി അടിക്കുന്ന പോലെ അടിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വലിയ അന്യഭാഷ നടത്തി അത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ എങ്ങനെ ജീവിക്കണം. ആത്മാവിൽ നയിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറണം. എന്തുകൊണ്ടാണ് അവർ ലോജിക്ക് വെച്ച് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ കോമൺ സെൻസ് വെച്ച് പലപ്പോഴും ബൈബിളിന്റെ വാക്യങ്ങളെ അളക്കുന്നത്? കാരണം ആത്മാവിന്റെ ഗൈഡൻസിൽ നടത്തപ്പെടുവാൻ കുഞ്ഞുങ്ങളെ നാം പ്രാക്ടീസ് ചെയ്യണം, കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക. സകല ദീർഘക്ഷമയോടും ഉപദേശം കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഒരു കാലം ആസന്നമായി. എന്താ? ആളുകൾക്ക് കഥകൾ മാത്രം കേട്ട് അവരുടെ കർണത്തിന് രസമാകുന്ന കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. അവരുടെ ഹൃദയത്തിനെ രൂപാന്തരപ്പെടുത്തുന്ന പൗലോസ് പറയുന്നത് പോലെ ശാസനവും തർജ്ജനവും ഉപദേശവും ഇതൊന്നും ഇന്നത്തെ ആളുകൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ഒരു കാലത്തിലേക്ക് ജനം കടന്നു പോകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നേരത്തെ മുൻകൂട്ടി പറയുക. ഇന്ന് അതുകൊണ്ട് നമ്മുടെ ചർച്ചകൾക്കകത്ത് എത്ര സമയം കിട്ടിയില്ലെങ്കിലും വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് സഭകൾക്ക് സംഭവിക്കുന്ന പരാജയം എന്താ? വചനത്തിന് സമയം തീരെ കുറഞ്ഞു പോകുന്നു. വചനം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ജനത്തെ ഓരോ ആഴ്ചയും എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതും പാപത്തിൽ നിന്ന് മാറ്റുന്നതുമാണെന്ന് വലിയൊരു ബോധ്യം നമ്മൾക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം സെക്കരിയാവ് 4:6 ഇപ്രകാരം പറയുന്നത്, അവർ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. സെരുബാബേലിനോട് സെക്കരിയ പ്രവാചകൻ പറയുക, നീ എന്തൊക്കെ നിന്റെ കഴിവ് കൊണ്ട് പ്രയത്നിച്ചാലും, നിന്റെ ജഡം കൊണ്ട് നീ എന്തൊക്കെ കഴിവുകൊണ്ട് നിനക്ക് എന്തൊക്കെ കഴിവുണ്ടായാലും ശരി, അതൊന്നും കൊണ്ട് നിനക്ക് ദൈവാലയം പുതുക്കി പണിയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ, എന്തൊക്കെ നമ്മൾക്ക് താലന്തുകളുണ്ടോ, അതൊന്നും കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം നിറയപ്പെടണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വരുമ്പോൾ അവന്റെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രികാലം നാം നിറയപ്പെട്ട് കഴിഞ്ഞ് ആ ആത്മാവിന്റെ ഗൈഡൻസിൽ നാം യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ സൈന്യത്താലല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ ഏത് കാര്യവും സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഏത് കാലഘട്ടം കഴിഞ്ഞാലും കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ ഇനിയുള്ള കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. മയക്കുമരുന്നും പലവിധത്തിലുള്ള കാര്യങ്ങളും ഈസിയായിട്ട് അവൈലബിൾ ആകുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിൽ കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കാൻ പോയാലും അവിടെ നേരോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ ആത്മാവിൽ നയിക്കുവാൻ, ആത്മാവിൽ അവരുടെ ജീവിതം നയിക്കുവാൻ വേണ്ടി ദൈവസഭയും സൺഡേ സ്കൂളും CAയും അവരുടെ പേരൻസും എല്ലാം അവരെ ഹല്ലേലൂയ ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യണം. ഹല്ലേലൂയ. എന്താണ് ഞാൻ പെട്ടെന്ന് നിർത്താം, 1 മിനിറ്റ്. ഹല്ലേലൂയ. എന്താണ് വർക്ക് ഓഫ് ദ ഫ്ലഷ്? ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താ? ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താണ്? ജഡത്തിന്റെ പ്രവൃത്തികൾ പെട്ടെന്ന് ഓടിച്ചു വിടാം. ദുർനടപ്പ്, സെക്ഷൽ ഇമ്മോറാലിറ്റി. ഹല്ലേലൂയ. അതായത് കുടുംബ ജീവിതത്തിൽ കടന്നു വരുന്നവർ അവർ പരസ്പരം അല്ലാതെ മറ്റുള്ളവരോട് സെക്ഷൽ ഇമ്മോറാലിറ്റി കാണിക്കുന്നു. ഹല്ലേലൂയ.
അതെന്താണ്? ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രീ മാരിറ്റൽ സെക്സ്, അഡൾട്ടറി, പോണോഗ്രഫി, മാസ്റ്റർബേഷൻ, ഇതൊന്നും ആമേൻ പറയുവാൻ ഇപ്പോഴത്തെ ആളുകൾക്ക് നാടമാണോ ആമേൻ ദൈവദാസന്മാർക്ക് കഴിയുന്നില്ല. ഇന്ന് സൺഡേ സ്കൂളിലെ ആമേൻ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ അടുത്ത ദിവസം വേറെ രീതിയിൽ കടന്നു പോകാനിടയായി തീരും. ഇംപ്യൂരിറ്റി, അശുദ്ധി, എന്താണ്? ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, ഡേർട്ടി ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പലപ്പോഴും ആമേൻ പറയുന്ന വാക്കുകൾ ഇതൊക്കെ ജഡത്തിന്റെ പ്രവൃത്തിയാ. സെൻഷ്വാലിറ്റി, ദുഷ്കാമം, ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്ത്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്ത് ആളുകളെ ആമേൻ സെക്ഷൽ ആയിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ തങ്ങളുടെ ഡ്രസ്സുകളെയും തങ്ങളുടെ ശരീരങ്ങളെയും ആമേൻ ആമേൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് സെൻഷ്വാലിറ്റി. ഐഡോലട്രി, ദൈവത്തിനേക്കാൾ എന്തിനേക്കാളും കൂടുതൽ സ്ഥാനം നാം ആർക്ക് കൊടുക്കുന്നോ അത് വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ, ആമേൻ. അത് പണമായിരിക്കാം, അത് ബന്ധങ്ങളായിരിക്കാം, അത് ഫെയിം ആയിരിക്കാം. ആമേൻ. സോസറി, ആഭിചാരം ഇന്ന് ആമേൻ എനിമിറ്റി, പക, ആമേൻ പിണക്കം, അസൂയ, ക്രോധം, ശാഠ്യം, ആമേൻ മറ്റുള്ളവരെ താനാണ് ഏറ്റവും വലിയത്, ആമേൻ തൻ്റെ ആമേൻ രാജ്യം വളരണം, തൻ്റെ കിങ്ഡം വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആമേൻ ശാഠ്യം പിടിച്ച അവസ്ഥ. ഹല്ലേലൂയ. റൈവലറീസ്, ആമേൻ ദ്വന്ദ്വപക്ഷം, സഭയിൽ ഭിന്നതയുണ്ടാക്കുന്ന ആളുകൾ, രണ്ട് പക്ഷമായി തിരിക്കുന്ന ആളുകൾ, ആമേൻ എൻവി, അസൂയ, ആമേൻ ഡ്രങ്കന്നസ്, മദ്യപാനം, ആമേൻ ആമേൻ വെറിക്കൂത്ത്, വൈൽഡായിട്ടുള്ള പാർട്ടീസിനകത്തും ആമേൻ മദ്യപാനത്തിലും ലഹരിയിലും ആമേൻ അടിമകൾ കണ്ടെത്തുന്ന ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാ. ഇന്ന് രാത്രി ആത്മാവിലല്ലാതെ ഇതിനൊന്നും ജയിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ശക്തി കൊണ്ട് ഇതിനൊന്നും ജയിക്കുവാൻ കഴിയത്തില്ല. ഈ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ നാം ഇപ്പോഴും ജഡത്തിനെ അനുസരിച്ച് നടക്കുന്നത്. ആത്മാവിന്റെ പ്രവൃത്തികൾ ദൈവ സ്നേഹമാ, ദൈവത്തിന്റെ സമാധാനമാ, ദൈവത്തിന്റെ ഹല്ലേലൂയ വിശ്വസ്തതയാ. ഇത് ആത്മാവിന്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ രാത്രി ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കുവാൻ പരിശുദ്ധാത്മാവിൽ അനുഷ്ഠിതമായ, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തിലും, അവർ വയസ്സായാലും, അത് അവരെവിടെ ചെന്നാലും അവർ ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കും. രാത്രി ഞാൻ എൻ്റെ വചനങ്ങളെ ഇവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ. രാത്രി ആത്മാവിൽ അനുഷ്ഠിതമായുള്ള പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത്, ആമേൻ ജഡം പറയുന്നതല്ല. ജഡവും ആത്മാവും രണ്ട് വിരുദ്ധ ചേരുകളില്ല, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാത്രി ജഡം പറയുന്നതിനെ ആമേൻ ഹല്ലേലൂയ ആമേൻ താലോലിക്കാതെ ആത്മാവിന്റെ സന്നിധി ആത്മാവ് പറയുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ആമേൻ നിത്യതയിൽ എത്താം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഇവിടം കൊണ്ട് തീരുന്നതല്ല ഈ ജീവിതം. ഈ ആത്മീയ ജീവിതം അത് നിത്യത വരെയുള്ളതാ. ആമേൻ നിത്യതയിൽ എടുക്കപ്പെടണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. അല്ലാത്ത ഒറ്റ മനുഷ്യൻ പോലും അങ്ങ് മുകളിലോട്ട് ചെല്ലത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം രാത്രികാലം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.